ഗൈസ്, ഇത് ലൈവ് സ്ട്രീമിംഗ് എന്നെടുത്ത ക്ലിപ്പായതുകൊണ്ട് ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ഇത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പരസ്പരം അങ്ങോട്ട് വാവ് മാച്ചസ് കളിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിന് ഓപ്പോസിറ്റ് എല്ലാം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഒരു വിട്ടുവീഴ്ചയൊന്നും കാണിച്ചിട്ടില്ല. അത്യാവശ്യം നല്ലോണം തന്നെ പരസ്പരം അടിക്കാൻ തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിൽ നമ്മളൊരു 1v4 എടുത്ത അത്യാവശ്യം നല്ല ക്ലിപ്പാണ് അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ നോക്കിയപ്പോൾ അവർ ലെഫ്റ്റ് സൈഡ് വഴി ഫ്ലാങ്ക് ചെയ്ത് വന്നു. അങ്ങനെ ഞാൻ തലയിട്ടതും എന്നെ അടിച്ചപ്പം തന്നെ അവർ നോക്കാക്കി. അങ്ങനെ എൻ്റെ വേറൊരു ടീമേറ്റ് ഒന്ന് തന്നെ പൊക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ നമ്പർ 1 നമ്മളെ കേരള സോളോ നേരെ കയറാൻ പോയി കേരള സോളോനെ അടിച്ച് അപ്പം തന്നെ നോക്കിയിട്ട് അവിടെ ഫിനിഷിങ് ചെയ്ത്. അങ്ങനെ പയ്യൻ ഞാൻ പോയി ഹീലിങ് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ അവർ കറക്റ്റ് അവിടെ നിന്ന് പുഷ് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. അവർ കറക്റ്റ് നമ്മളെ കയറി പുഷും വിട്ട്. അപ്പം നമ്മളതിൽ ടോട്ടൽ ഞാൻ ഉൾപ്പെടെ 3 പേരെ ഉള്ളായിരുന്നു. അങ്ങനെ ഹീൽ ചെയ്തിട്ട് ഞാൻ പയ്യെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. കാരണം എന്തായാലും ഒരു കോക്ടെയിലെല്ലാം വാരി എറിഞ്ഞ് കയറ്റി തന്നു. അങ്ങനെ ഞാൻ പയ്യെ പുഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ പയ്യെ സ്മോക്കിൻ്റെ അവിടെ ഇരുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ വീടുമെന്ന് അറിയാം. അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരുത്തൻ കയറി വന്നു. അവനെ അപ്പോഴേ അടിച്ചിട്ട് അപ്പം തന്നെ അടുത്താളും കയറി വന്നു. പിന്നെ കാണാൻ നോക്കിയപ്പോൾ അടുത്തവനും കയറി വന്നു. അവനെ അങ്ങ് ഡ്രോപ്പ് ഷോട്ട് അടിച്ച് അവിടെ ഇട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ സ്കോപ്പൊക്കെ ഓണാക്കിയൊക്കെ അടിക്കാൻ മാക്സിമം നോക്കി. പക്ഷേ അടിയൊന്നും കൊണ്ടില്ല. ലാസ്റ്റ് ക്ലോസ് റേഞ്ച് ഫൈറ്റ് അവൻ്റെ എല്ലാം ഇസ്റ്റോൾക്ക് ആയിരുന്നു. അങ്ങനെ ചാടി ഒറ്റയടി അവനെയും കിട്ടി. ഒരു നല്ലൊരു 1v4 കിട്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്, ഇത് ലൈവ് സ്ട്രീമിംഗ് എന്നെടുത്ത ക്ലിപ്പായതുകൊണ്ട് ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ഇത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പരസ്പരം അങ്ങോട്ട് വാവ് മാച്ചസ് കളിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിന് ഓപ്പോസിറ്റ് എല്ലാം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഒരു വിട്ടുവീഴ്ചയൊന്നും കാണിച്ചിട്ടില്ല. അത്യാവശ്യം നല്ലോണം തന്നെ പരസ്പരം അടിക്കാൻ തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിൽ നമ്മളൊരു 1v4 എടുത്ത അത്യാവശ്യം നല്ല ക്ലിപ്പാണ് അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ നോക്കിയപ്പോൾ അവർ ലെഫ്റ്റ് സൈഡ് വഴി ഫ്ലാങ്ക് ചെയ്ത് വന്നു. അങ്ങനെ ഞാൻ തലയിട്ടതും എന്നെ അടിച്ചപ്പം തന്നെ അവർ നോക്കാക്കി. അങ്ങനെ എൻ്റെ വേറൊരു ടീമേറ്റ് ഒന്ന് തന്നെ പൊക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ നമ്പർ 1 നമ്മളെ കേരള സോളോ നേരെ കയറാൻ പോയി കേരള സോളോനെ അടിച്ച് അപ്പം തന്നെ നോക്കിയിട്ട് അവിടെ ഫിനിഷിങ് ചെയ്ത്. അങ്ങനെ പയ്യൻ ഞാൻ പോയി ഹീലിങ് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ അവർ കറക്റ്റ് അവിടെ നിന്ന് പുഷ് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. അവർ കറക്റ്റ് നമ്മളെ കയറി പുഷും വിട്ട്. അപ്പം നമ്മളതിൽ ടോട്ടൽ ഞാൻ ഉൾപ്പെടെ 3 പേരെ ഉള്ളായിരുന്നു. അങ്ങനെ ഹീൽ ചെയ്തിട്ട് ഞാൻ പയ്യെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. കാരണം എന്തായാലും ഒരു കോക്ടെയിലെല്ലാം വാരി എറിഞ്ഞ് കയറ്റി തന്നു. അങ്ങനെ ഞാൻ പയ്യെ പുഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ പയ്യെ സ്മോക്കിൻ്റെ അവിടെ ഇരുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ വീടുമെന്ന് അറിയാം. അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരുത്തൻ കയറി വന്നു. അവനെ അപ്പോഴേ അടിച്ചിട്ട് അപ്പം തന്നെ അടുത്താളും കയറി വന്നു. പിന്നെ കാണാൻ നോക്കിയപ്പോൾ അടുത്തവനും കയറി വന്നു. അവനെ അങ്ങ് ഡ്രോപ്പ് ഷോട്ട് അടിച്ച് അവിടെ ഇട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ സ്കോപ്പൊക്കെ ഓണാക്കിയൊക്കെ അടിക്കാൻ മാക്സിമം നോക്കി. പക്ഷേ അടിയൊന്നും കൊണ്ടില്ല. ലാസ്റ്റ് ക്ലോസ് റേഞ്ച് ഫൈറ്റ് അവൻ്റെ എല്ലാം ഇസ്റ്റോൾക്ക് ആയിരുന്നു. അങ്ങനെ ചാടി ഒറ്റയടി അവനെയും കിട്ടി. ഒരു നല്ലൊരു 1v4 കിട്ടി. അപ്പോൾ വീഡിയോ